വെൽനെസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യത്തിനകത്ത് വെൽനെസ് ഉണ്ട്. എന്തൊക്കെ കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതാ സ്ക്രീനിനകത്ത് ഇട്ടേക്കുന്നത്. ഫിസിക്കൽ വെൽനെസ് ഉണ്ട്, സ്പിരിച്വൽ വെൽനെസ് ഉണ്ട്, ഇമോഷണൽ വെൽനെസ് ഉണ്ട്, സോഷ്യൽ വെൽനെസ് ഉണ്ട്, ഇൻ്റലക്ച്വൽ വെൽനെസ് ഉണ്ട്, വൊക്കേഷണൽ വെൽനെസ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ വെൽനെസ് ഉണ്ട്, ഫിനാൻഷ്യൽ വെൽനെസ് ഉണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള വെൽനെസ് ഉണ്ട്. വെൽനെസ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ആസ്പെക്റ്റാണ്. എല്ലാത്തിനകത്തും നന്മയുണ്ടാകുക, എല്ലാത്തിനകത്തും ശുഭതയുണ്ടാകുക എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വെൽനെസ്സിനകത്തും നമ്മളൊന്ന് സ്പർശിച്ചു പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മളിത് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. വെൽനെസ് എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ആസ്പെക്റ്റിനകത്ത് വെൽനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ റിലത്തിനകത്തും നമ്മുടെ ശരീരത്തിനകത്തും നമ്മുടെ മൈൻഡ് റിലത്തിനകത്തും നമ്മുടെ സോളിനകത്തും നമ്മുടെ സ്പിരിറ്റ് റിലത്തിനകത്തും ഈ 3 തലത്തിനകത്തുമുള്ള വെൽബീയിങ് ആണ് ശരിക്കുമുള്ള വെൽനെസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നു, നമ്മളങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു നടുവേദന വന്നു, അല്ലെങ്കിൽ കാലിനൊരു വേദന വന്നു, അല്ലെങ്കിൽ ഒരു തലവേദന, നിസ്സാര ഒരു തലവേദന വന്നു, അപ്പോൾ പെട്ടെന്ന് നമ്മൾ അസ്വസ്ഥമാകും അല്ലേ. നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത പോകും, നമ്മുടെ ആ ഒരു സ്പിരിറ്റ് റലത്തിനകത്ത് ചെറിയൊരു ഷേക്കിംഗ് വരും. നമ്മൾ പിന്നെ എപ്പോഴും ആ ഒരു തലവേദനയ്ക്കകത്ത് എന്താണോ പെയിൻ, ആ പെയിനകത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ വന്ന് വീഴും. അപ്പോൾ നിസ്സാരമായിട്ടുള്ളൊരു തലവേദന പോലും അല്ലെങ്കിൽ ഒരു പല്ലുവേദന പോലും നമ്മുടെ എൻറ്റയർ ലൈഫിനെ ഷേക്ക് ചെയ്യും. അപ്പോൾ ശരിക്കുമുള്ള ആ ദൈവികമായ കണക്ഷൻ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു സംതൃപ്തി, മനസ്സിൻ്റെ ഒരു സ്വസ്ഥതയൊക്കെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വെൽബീയിങ് അത്യാവശ്യമാണ്. ഇനി ശരീരത്തിന് വേറെ കുഴപ്പമൊന്നുമില്ലാന്നിരിക്കട്ടെ, ശരീരം നല്ല പെർഫെക്റ്റായിട്ട് ആരോഗ്യമായിട്ടിരിക്കുകയാണ്, പക്ഷേ മനസ്സിനൊരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ പരമായിട്ടോ ഏതെങ്കിലും മേഖലയ്ക്കകത്ത് ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ഒരു എനർജി കിട്ടത്തില്ല അല്ലേ. അപ്പം മനസ്സിനകത്ത് ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളും നമ്മുടെ വെൽബീയിങ്ങിനെ ബാധിക്കും. ഇതുപോലെ തന്നെയാണ് സ്പിരിറ്റിനകത്ത്. പക്ഷേ സാധാരണ ഒരു 90% ആൾക്കാരും മൈൻഡിൻ്റെയും ബോഡിയുടെയും കാര്യങ്ങൾ മാത്രമേ അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ, സ്പിരിറ്റിൻ്റെ റിലം അവർ നോക്കുന്നേയില്ല. പക്ഷേ ശരിക്കുമുള്ള വെൽനെസ്സിനകത്ത് സ്പിരിച്വൽ റിലം കൂടെ ആവശ്യമാണ്. സോ ഇത് 3ൻ്റെയും ഒരു കംപ്ലീറ്റ്നെസ്സാണ്, വെൽബീയിങ് ആണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ്റെ വെൽനെസ് എന്ന് പറയുന്നത്. ഞാനിതിനകത്ത് 3 പിക്ചർ ഇട്ടിട്ടുണ്ട്: ബോഡി, സോൾ, സ്പിരിറ്റ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 പിക്ചർ ഇട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഒരിക്കലും സോളിന് നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പല്ല, ഒരിക്കലും സ്പിരിറ്റിന് നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പല്ല. അപ്പോൾ സോളും സ്പിരിറ്റിനും ഷേപ്പില്ല, അത് മറ്റൊരു കൺസെപ്റ്റാണ്. പക്ഷേ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ബോഡിയുടെ അതേ ഷേപ്പ് എടുത്തിട്ട് സോളിനും സ്പിരിറ്റിനും ഇട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ പിക്ചർ കാണുമ്പോഴത്തേക്ക് ആ സോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, എൻ്റെ ശരീരം പോലെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ സ്പിരിറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ശരീരം പോലെ ഇരിക്കുന്നതെന്ന് ചിന്തിക്കരുത്. ശരിക്കും ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ കോറായിട്ടുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള ടീച്ചിങ്ങിന് ആവശ്യമായ കാര്യം.